തൊഴുകൈയോടുകൂടിയാണ് MT സാറിനെ സ്മരിക്കുന്നത്. മോനിഷായാലും ഞാനായാലും ഒരു തരത്തിലുള്ള ബേസിക് ആക്ടിങ് ടെക്നിക്സ് ഒന്നും അറിയാതെയാണ് നമ്മൾ വരുന്നത്. ഇമ മൂടുന്നത് വരെ എങ്ങനെയാണെന്ന് ഹരിഹരൻ സാർ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങളെ ഗ്രൂം ചെയ്തത്. നമസ്കാരം. നമസ്കാരം. MT സാറിൻ്റെ സ്മരണ ഒന്ന് രണ്ട് വാക്കുകളിലൂടെ. MT സാറുമൊത്തുള്ള സ്മരണ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്കൊക്കെ മുൻജന്മ സുഹൃത്താണ്. MT സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്ത് അരങ്ങേറ്റം സിനിമയിൽ ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളത്. 8 സിനിമകളാണ് സാറിൻ്റെ രചനയിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. സോ യു ക്യാൻ ഇമാജിൻ അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ആ ചെറിയ പ്രായത്തിൽ ഇതൊന്നും അനലൈസ് ചെയ്യാനുള്ളൊരു പ്രായമായിരുന്നില്ല. ഇപ്പം ഈവൻ നക്ഷത്രങ്ങൾ എടുത്താലും ഐ വാസ് 15 വയസ്സിൽ. പക്ഷേ എന്നിരുന്നാലും ആ പഠനം, ആ ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് പഠിക്കുക. ഓഫ്കോഴ്സ് പെർഫോമൻസ് ഹരിഹരൻ സാറാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. മോനിഷായാലും ഞാനായാലും ഒരു തരത്തിലുള്ള ബേസിക് ആക്ടിങ് ടെക്നിക്സ് ഒന്നും അറിയാതെയാണ് നമ്മൾ വരുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് മോഡുലേഷൻ, ബോഡി ലാംഗ്വേജ്, കണ്ണെങ്ങനെ ചലിക്കണം, ഓരോ വിങ്ക്, ഓരോ ബ്ലിങ്ക് ഓഫ് ദ ഐ, ഇമ മൂടുന്നത് വരെ എങ്ങനെയാണെന്ന് ഹരിഹരൻ സാർ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങളെ ഗ്രൂം ചെയ്തെടുത്തത്. സോ ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരു വലിയൊരു എന്താണ് പറയേണ്ട, ഒരു ട്രഷറായിരുന്നു MT സാറിൻ്റെ. അപ്പം ഇടനിലങ്ങൾ, നക്ഷത്രങ്ങൾ, അമൃതംഗമയ, ഋതുഭേദം, ആരണ്യകം, പരിണയം, ഏഴാമത്തെ വരവ്, കടുകന്നാവിലേക്കൊരു യാത്ര, ഇങ്ങനെ 8 അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഒരു ആക്ടർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈ ഫൗണ്ടേഷൻ. ഇന്നും ഞാനിപ്പോൾ ഒരു കഥാപാത്രം എനിക്ക് കിട്ടുമ്പോൾ ഓഫ്കോഴ്സ് ഈ കൊല്ലങ്ങളിലെ എക്സ്പീരിയൻസ്, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും പവർഫുള്ളായ ഡയലോഗ്സ്, ബിക്കോസ് MT സാറിൻ്റെ സംഭാഷണങ്ങൾ അതിനൊരു ശൈലിയുണ്ട്. അതിൽ നിന്ന് ഒരു വാക്കെടുത്ത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ആക്ടേഴ്സിന് ഇംപ്രവൈസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനൊന്നും ഹി വുഡ് ഹവ് റിട്ടൺ എക്സാക്ട്ലി വാട്ട് ദാറ്റ് ക്യാരക്ടർ ഹാസ് ടു സേ. അതുപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ MT സാർ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും. സോ യു ജസ്റ്റ് ഹാവ് ടു ഡൂ ദാറ്റ്. ആൻഡ് അത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ മാസ്റ്റേഴ്സ് ഹരൻ സാറായാലും MT സാറായാലും ഭരതേട്ടനും ഇവരുടെ കോമ്പിനേഷനിൽ വന്ന പടങ്ങളിലെല്ലാം വെൻ യു സീ ആക്ടേഴ്സ് പെർഫോമിങ്, ദ ഗ്രേറ്റ്സ് ഇൻക്ലൂഡിങ് ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, അതിനൊരു റിഫൈൻമെൻറ്റും ഒരു കംപ്ലീഷനും വരുന്നത് ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ദ ഡയലോഗ്സ് ആൻഡ് ആ റെൻഡിഷൻ, ആ മോഡുലേഷൻ, എങ്ങനെ അതിനൊരു ശൈലി ഉണ്ടായിരുന്നു. ബിക്കോസ് ദാറ്റ് ഭാഷയുടെ ഭംഗിയായിരുന്നു ഒന്നും. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ പ്ലെയിൻ ഡയലോഗ്. അതിൽ MT സാറിൻ്റെ ശൈലി, രചനാ ശൈലിയും ദാറ്റ് അതിൻ്റെ ആ കവിത്വം ഓരോ ഡയലോഗിലും പഠിച്ച ഒരു ആക്ടർ. സോ തീർച്ചയായിട്ടും എന്നും തൊഴുകൈയോടെ അഞ്ജലി ഹസ്ത വെച്ചിട്ടാണ് MT സാറിനെ, തൊഴുകൈയോടുകൂടിയാണ് MT സാറിനെ സ്മരിക്കുന്നത്. ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹി വാസ് വെരി സീനിയർ പേഴ്സണാലിറ്റി. സോ എനിക്കങ്ങനെ, നമ്മളെല്ലാം കുട്ടികളാണ്. സോ ദർ ഇസ് നത്തിങ് ലൈക്ക് യു ക്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ MT സാർ അങ്ങനെ ഇപ്പം ഹരൻ സാറൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വിഷ് ചെയ്യാൻ പോവും, നമസ്കാരം പറയും, ഒന്ന് ചിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആരണ്യകത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹം സെറ്റിൽ വന്നു. അപ്പോൾ അതിൽ ഞാൻ പാർവതിയുടെ ഫിയാൻസി സലീമയായിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, മോഹൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹീസ് എൻ MBA ഗ്രാജുവേറ്റ്, ജസ്റ്റ് കം ഔട്ട് US എന്നൊക്കെ കഴിഞ്ഞ് വരുന്നത്. അങ്ങനെ ഒരു വെരി ഹൈലി ഡിഗ്നിഫൈഡ്, സ്റ്റൈലൈസ്ഡ്, വെരി സൊഫിസ്റ്റിക്കേറ്റഡ് റോളാണ്. ഐ വാസ് ഇൻ 11th ആ പടം ചെയ്യുമ്പോൾ. ഐ വാസ് ടു ടെൻഡർ ആൻഡ് ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ. സോ മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോക്കറ്റിൽ കൈയൊക്കെ ഇട്ടിട്ട്, ഇഫ് യു സീ ദാറ്റ് ഫിലിം നൗ യു വിൽ നോ ഐ വാസ് സ്ട്രഗ്ലിങ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ സെറ്റിൽ സാറ് വന്നു അന്ന്, ബിക്കോസ് MT സാർ സെറ്റിൽ വരുന്നത് ഒരു സെലിബ്രേഷൻ ഫോർ എവറിബഡി, ഡയറക്ടറായാലും ടെക്നീഷ്യൻസിനായാലും. നാളെ MT സാർ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എവറിബഡി വിൽ ബി അലേർട്ട്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യണമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടെൻഷൻ. സോ ഞാൻ അങ്ങനെ ഒരു സീൻ ചെയ്യുമ്പോൾ സാറ് ഇരിക്കുന്നുണ്ടായിരുന്നു, ഹരൻ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, കുറച്ചും കൂടെ ഗൗരവമാകാം. ദിസ് ഇസ് ദ ലൈൻ ഹി ടോൾഡ് മീ. യു ക്യാൻ ബി എ ലിറ്റിൽ മോർ സീരിയസ്
ആ ഒരു മെജസ്റ്റിക് ക്വാളിറ്റി വരണം. സോ അതെനിക്ക് നല്ല ഓർമ്മയാണ്. അതിനുശേഷം ഞാൻ ഫുൾ പടത്തിൽ ഇങ്ങനെ ഗൗരവത്തിന് വേണ്ടി. സോ ദാറ്റ് വാസ് ദി ഏജ്. ആ സമയത്ത് അഫ്കോഴ്സ് ഹരത് സാർ മനോഹരമായിട്ട് അത് മോൾഡ് ചെയ്തിട്ട്, പക്ഷേ ഓൺ എ പേഴ്സണൽ നോട്ട് ഇത്തരം അല്ലാതെ അധികം ഇൻറ്ററാക്ഷൻസ് ഇല്ല. ഇത് ബിക്കോസ് എല്ലാ ഇൻറ്ററാക്ഷനും സംവിധായകരുമായിട്ട് എം ടി സാർ ആ ക്യാരക്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, അതിൻ്റെ ഗ്രാമർ എന്താണെന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ടാണ് സെറ്റിലേക്ക് വരുന്നത്. സോ നമുക്ക് പിന്നെ ഒരു കറക്ഷൻ അവിടെ ഇല്ല, ബിക്കോസ് ഇറ്റ് കംസ് ത്രൂ ഹരിഹരൻ സാർ. ബിക്കോസ് മോസ്റ്റ് ഓഫ് എം ടി സാർസ് ഫിലിംസ് ഹരത് സാറിൻ്റെ ഡിറക്ഷനിലാണ് ഞാൻ ചെയ്തത്. സോ ഹരത് സാറും എം ടി സാറും കൂടി ഡിസ്കസ് ചെയ്ത്, എസ്പെഷ്യലി സെൻട്രൽ ഈ മെയിൻ റോൾസ് ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സോ അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ അമൂല്യമായിട്ട് എന്നും ഒരു നിധി പോലെ അദ്ദേഹത്തോടൊപ്പം ഉള്ള ഓരോ നിമിഷവും ഞാൻ തൊഴുകയോടുകൂടി സ്മരിക്കുന്നു സാറിന്.